ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹാർട്ട് അറ്റാക്ക് വരുന്ന ചില ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു വല്ലാത്തൊരു കോംപ്ലിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ അറ്റാക്കിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഹൃദയം കീറി മുറിക്കപ്പെടുകയാണ്, പൊട്ടുകയാണ്. ഇതിന്റെ പേരാണ് വെൻട്രിക്കുലർ സെപ്റ്റൽ റപ്ചർ. പഠനങ്ങൾ കാണിക്കുന്നത് VSR എന്ന ഈ കോംപ്ലിക്കേഷൻ സംഭവിക്കുന്ന ആളുകളിൽ 80% ആളുകൾ ആദ്യത്തെ ആഴ്ച തന്നെ മരണത്തിലേക്ക് നയിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കണ്ടുപിടിച്ച് ഉടനെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ ചെയ്താൽ രക്ഷപ്പെടില്ലേ എന്നുള്ളത്. അവിടെയാണ് അടുത്ത പ്രശ്നം. VSR സംഭവിച്ച രോഗികൾക്ക് ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഓപ്പറേഷൻ റിസ്ക് അതിഗംഭീരമാണ്. അതുകൊണ്ട് പലപ്പോഴും കാർഡിയാക് സർജൻസ് ഇതിന്റെ ഓപ്പറേഷൻ നീട്ടിവെക്കുകയാണ് ചെയ്യുക. പലപ്പോഴും 3 ആഴ്ചയും 4 ആഴ്ചയൊക്കെ വൈകിച്ചതിന് ശേഷം മാത്രമാണ് ഹൃദയത്തിന്റെ നീർക്കെട്ട് മാറിയിട്ട് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചോദ്യം അതല്ല, ആ നീട്ടിവെക്കുന്ന 3-4 ആഴ്ച രോഗി ജീവനോടെ ഉണ്ടാവും എന്നുള്ളതാണ്. പല ആളുകളും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഓപ്പറേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് മരണത്തിന് കീഴ്പ്പെടും. അവിടെയാണ് മറ്റൊരു പ്രശ്നം. 3-4 ആഴ്ച ഈ രോഗിയെ ഹാർട്ടിന്റെ ICUവിൽ തന്നെ വെക്കേണ്ടതായിട്ട് വരും. ശക്തമായ മരുന്നുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. ചില ആളുകളെ വെന്റിലേറ്ററിൽ വെക്കേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ടും ഇത് ആശുപത്രി ചെലവ് കുത്തനെ കൂട്ടാണ്. അതിനു പുറമെ ഓപ്പറേഷന്റെ ചെലവ്. VSR ഉണ്ടായ ഒരു വ്യക്തിക്ക് മരണത്തിലേക്ക് ഉടനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ആ രോഗി 3-4 ആഴ്ച കഷ്ടപ്പെടുകയാണ്. പഠനങ്ങൾ കാണിക്കുന്നത് ഏകദേശം 20% VSR രോഗികൾ മാത്രമാണ് ഓപ്പറേഷൻ വരെ ജീവിച്ചിരിക്കുന്നത്. പലരും അതിനു മുമ്പേ കൊഴിഞ്ഞു പോകും. അമേരിക്കയിൽ നടന്ന ഒരു പഠനത്തിൽ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ VSR സംഭവിച്ച ഒരു രോഗിയുടെ ചികിത്സാ ചെലവ് $1,00,000 കൂടുതലാണ് എന്നുള്ളതാണ്. എത്രമാത്രം കൂടുതലാണ്. ആകെയുള്ള ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ അറ്റാക്ക് വരുന്നതിൽ ഏകദേശം 1% ആളുകൾക്ക് മാത്രമാണ് VSR സംഭവിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും VSRന് ഇപ്പോൾ കീഹോൾ ചികിത്സ ലഭ്യമാണ്. എൻ്റെ തന്നെ 3 പേഷ്യൻസ് VSR കീഹോൾ ചികിത്സ വഴി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അവർ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അവരിപ്പോൾ വളരെ ഹാപ്പിയാണ്, സ്റ്റേബിളാണ്, ഇപ്പോഴും എന്നെ കാണിക്കാൻ വരാറുണ്ട്.